ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ജീവിതം അടിപൊളിയാടോ. ആളാവാൻ വരരുത്. ആളാവാൻ വരുന്നില്ല, ആളായവർ പറഞ്ഞാൽ മതി. എന്താ രാമേന്ദ്ര പ്രശ്നം? ആരോപണങ്ങളുടെ പുറത്തുവന്ന രേഖകളുടെ മറുപടി, അതും മാധ്യമപ്രവർത്തകരോട് വേണ്ട, അങ്ങയെ ആളാക്കിയ അങ്ങ് തന്നെ പ്രജകളെന്ന് വിശേഷിപ്പിക്കുന്ന വോട്ടർമാരോട് മതി. നമസ്കാരം. എത്തിയല്ലോ. രാജാവിനെന്ത് വഴിയൊരുക്കടാ. വിടില്ല ഞാൻ പറയണ്ട, വിടില്ല ഞാൻ. മിച്ചമുള്ള അഭിമാനമെങ്കിലും നഷ്ടപ്പെടുത്താതിരിക്കുന്നതല്ലേ സർ ഭംഗി. വ്യാപകമായി RSS നേതാവ് ഷാജി കെയാറും വ്യാജ വോട്ട് ചേർത്തു തുറന്ന് ഞാൻ തന്നെ പറയണോ അല്ലേ? ഞാൻ പറയില്ല, ഞാൻ പറയില്ല. ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ ഒരു വിഷയത്തിലാണ് സാർ. സാർ ഒന്നും എന്നോട് ചോദിക്കരുത്, അത് ഞാൻ പറയില്ല. പറയാനില്ലേ? സാർ ഒന്നും പറയാനില്ലേ? അവിടെ ഇവിടെയും തൊടാതെ ഒരു കളി, അതാണ് എന്റെ ഒരു നയം. വലിയ ആരോപണമാണ് സാർ. യാതൊന്നും മിണ്ടാതെ, ചോദ്യങ്ങളോട് യാതൊന്നും പ്രതികരിക്കാതെ സുരേഷ് ഗോപി പാർലമെന്റിലേക്ക് പോയിരിക്കുകയാണ്. ചെലനക്കി നായയുടെ ചിറുനക്കി നായെന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ കണ്ടല്ലോ. കാണാനില്ലെന്ന് പറഞ്ഞ ആളെ കണ്ടുകിട്ടിയിട്ടുണ്ട്. ഇഷ്ടമുള്ളതിന് മാത്രം മറുപടി പറഞ്ഞാണ് ശീലം. ഇവിടെയും മിണ്ടാട്ടമാണ്. സൗകര്യമല്ല പറയാൻ. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? രാഹുൽ ഗാന്ധിയുടെ ആറ്റം ബോംബ് ഇപ്പോഴാണ് കേരളത്തിൽ പൊട്ടിവരുന്നത്. വലിയ തിരിമറികളുടെയും അട്ടിമറികളുടെയും വിവരങ്ങൾ പുറത്തുവരുന്നു. ഏറ്റവും ഒടുവിൽ തൃശൂരിലെ MP സുരേഷ് ഗോപിയുടെ സഹോദരന്റെ ഇരട്ട വോട്ട് വിവരങ്ങളാണ് പുറത്തുവന്നത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. കൊല്ലത്ത് കുടുംബ വീട് ലക്ഷ്മി വിലാസത്തിന്റെ പേരിൽ വോട്ട്. ഇരവിപുരം മണ്ഡലത്തിൽ ഭാര്യ റാണി സുഭാഷിനുമുണ്ട് ഇരട്ട വോട്ട്. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. വോട്ട് ചെയ്തത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ്. കുമ്പിടിയാണ് സാറേ, കുമ്പിടി എന്ന് മാത്രം പറയേണ്ടി വരും തൽക്കാലം. തൂക്കിയല്ലോ നാഥാ. ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവാണ്. ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. നീ ഒന്നും നന്നാവുന്ന ലക്ഷണേ ഇല്ല.